श्रीराम जय राम जय राम श्रीराम जय राम जय राम। സദ്ഗുരുഭ്യോ നമഃ. ഓം ഹരിഃ ശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീരാമചന്ദ്രായ പരബ്രഹ്മണേ നമഃ. പ്രിയമുള്ളവരെ, എല്ലാ പേർക്കും നമസ്കാരം. സാധാരണക്കാരായ ഭക്തന്മാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അവർക്കുള്ളൊരു സംശയമാണ്, എനിക്ക് ഭഗവാനെ പൂജിക്കുവാൻ കഴിയുമോ? അത് പ്രത്യേകിച്ചൊരു വിഭാഗത്തിന് മാത്രമേ കഴിയുള്ളൂ? എനിക്കതിന് അർഹതയുണ്ടോ? എനിക്കതിനുള്ള അറിവുണ്ടോ? അതിനുള്ള യോഗ്യതയുണ്ടോ? അത് പഠിക്കുവാൻ എനിക്ക് കഴിയുമോ? അത് പഠിച്ചാൽ, അത് ചെയ്താലാണ് മുക്തി ലഭിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ ഉപദേശിക്കുന്ന ക്രിയാമാർഗം ഉപദേശം അത് വളരെയധികം ഗുണം ചെയ്യും. അത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്ക് എല്ലാ സംശയവും തീരുന്നതാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ലക്ഷ്മണൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സമീപിച്ചിട്ട് മോക്ഷമാർഗം ആയ ക്രിയാമാർഗം എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അത് ഉപദേശിക്കുകയാണിവിടെ. അദ്ദേഹം ലക്ഷ്മണനോട് പറയുന്ന വരികൾ വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കുക. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്ങനെ വേണോ എന്നെ പൂജിക്കാം? അതിന് ഒരു വഴിയല്ല, ധാരാളം വഴികൾ അതിനുണ്ട്. ഏത് വഴിയാണോ നിനക്കിഷ്ടം ആ വഴി നിനക്ക് സ്വീകരിക്കാം. എന്നിരുന്നാലും ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നു. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ച് നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. ശിഷ്യനിൽ, സാധകനിൽ ഉള്ള വാത്സല്യം കൊണ്ട് നിനക്കത് ഞാൻ പറഞ്ഞു തരാം. വാത്സല്യം എന്ന് പറയുന്നത് പക്ഷപാതമൊന്നുമല്ല, അതിന് അർഹതയുള്ളത് കൊണ്ടാണ് ആ വാത്സല്യം ഗുരുവിന് ശിഷ്യനോട് തോന്നുന്നത്, ലക്ഷ്മണന് ആ രാമനിൽ നിന്നത് ലഭിക്കുന്നത്. തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമെടോ. ഹൃൽക്കമലത്തിങ്കലെന്നാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. എവിടെയാണ്, എങ്ങനെയാണ് ധ്യാനിക്കുക? ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവം ആരാധിക്കമാമിടോ. ആരാധിക്കുന്നതിന് ആദ്യം ആചാര്യനോടൊരു മന്ത്രം കേൾക്കണം. കാരണം ആധികാരികമായി ഗുരുവിൽ നിന്ന്, ആചാര്യനിൽ നിന്നും മന്ത്രം ലഭിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ സാധനയിലേക്ക് കടക്കുമ്പോഴാണ് സാധന നിർവിഘ്നം മുന്നോട്ട് പോകുന്നതും അതിൽ നമ്മൾ വിജയിക്കുന്നതും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടത്? നമുക്കൊരു ദീക്ഷ ആവശ്യമാണ്, യജ്ഞോപവീതം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം ഇവൻ വിദ്യയ്ക്ക് അർഹനാണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അതിനുവേണ്ടി തയ്യാറാവുകയാണ്, പ്രിപ്പയർഡ് ആവുകയാണ്. ഓരോന്നിന് ഓരോ നിയമമുണ്ട്, ഓരോ ഡിസിപ്ലിൻ എന്ന് പറയുന്നതുണ്ട്. ഇവിടെ വിദ്യ അഭ്യസിക്കുന്നവൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്നവൻ അതിനർഹനാകണമെങ്കിൽ യജ്ഞോപവിധം ധരിക്കണം എന്നുള്ള ഒരു ആചാരമാണ്. അതാണ് ആചാരപൂർവം ആരാധിക്കമാമെടോ. എങ്ങനെ? ഹൃൽക്കമലത്തിങ്കലെന്നാകിലും. ഹൃൽക്കമലം, ഹൃദയ കുസുമം, ഹൃദയമാകുന്ന താമര. ആ ഹൃൽക്കമലത്തിങ്കലാകിലും മാം എന്ന് പറയുക, എന്നെ ഹൃദയകമലത്തിലായാലും ശരി, പുനരഗ്നി ഭഗവങ്കലാകിലുമാമെടോ. അഗ്നിയിലായാലും ശരി, അഗ്നിസ്വരൂപനായിട്ട്, അഗ്നിമധ്യത്തിലായിട്ട്
എന്നാലും വേണ്ടില്ല, മുഖ്യപ്രതിമാദികളിലെന്നാകിലും, നമ്മൾ പ്രതിമ എന്നല്ല നമ്മളതിനെ പറയുക, വിഗ്രഹമെന്നാണ്. ഒരു പ്രതിമയെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, പ്രതിമയിൽ അടങ്ങിയിരിക്കുന്ന വിശേഷിച്ചു ഗ്രഹിക്കേണ്ടുന്ന തത്വത്തെയാണ്, അല്ലെങ്കിൽ വിശേഷണയുള്ള തത്വത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് വിശേഷണയുള്ള തത്വം ആണ് വിശേഷണ ഗ്രഹിക്കേണ്ടുന്ന തത്വം, അതാണ് വിഗ്രഹം, വിശേഷണ ഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ അതിന് ഒരു സാധനമാകുന്നത്, ഉപാധിയാകുന്നത് പ്രതിമയാണ്. അങ്ങനെ ആ പ്രതിമയിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും, അർക്കൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യനിലും നമുക്ക് ഭഗവാനെ ദർശിക്കാം. പിന്നെയോ അപ്പിങ്കലാകിലും, ജലത്തിലും അതാകാം. അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ. സ്തണ്ടിലം എന്ന് പറഞ്ഞാൽ ചാണകം മെഴുകി ഇങ്ങനെ നിലത്ത് നമ്മൾ മെഴുകി തളിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഭഗവാനെ അവിടേക്ക് ആവാഹിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കുടിയിരുത്തുന്നു. ആ ഒരു സങ്കല്പമാണ് അത് സ്തണ്ടിലം. അതിൽ അവിടെയും ആകാം. സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. സാളഗ്രാമമുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമാണ്. എന്താണ് ഈ സാളഗ്രാമം? സാളഗ്രാമം എന്ന് പറയുമ്പോൾ ഏതോ ഒരു വില്ലേജാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ഗ്രാമമാണ് എന്നാരും ധരിക്കേണ്ട. പലർക്കും അറിയാം, പക്ഷേ ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാത്തവർക്ക് ഇന്ന് സാളഗ്രാമം ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇതാണ് സാളഗ്രാമം. ഇതൊരു കല്ലാണല്ലോ. ഇത് നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത്. ഗണ്ഡകി നദി. എന്താണ് ഇതിൻ്റെ സവിശേഷത? നല്ല വെയിറ്റുണ്ട് ഇത്. സാധാരണ ഇത്രയും വലിപ്പമുള്ള ഒരു കല്ലിൻ്റെ ഭാരമല്ല ഇതിനുള്ളത്, അതിനേക്കാൾ വലിയ ഭാരമാണ്. അതിന് കാരണം എന്തോ ഒരു സവിശേഷത ഇതിനകത്തുണ്ട്. സാധാരണ ഒരു കല്ലല്ല. നദിയിലൂടെ ഒഴുകി ഒരു ഷേപ്പ് വരും. അങ്ങനെ ഈ ഷേപ്പിൽ ഒരുപാട് കല്ല് കിട്ടും. ഈ കല്ലൊക്കെ ഇതുപോലെയുള്ള ഉരുണ്ട കല്ല്, ഷേപ്പുള്ള കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടാരും സാളഗ്രാമം എന്ന് പറഞ്ഞ് പലയിടത്തും വിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എല്ലാം സാളഗ്രാമമല്ല. അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? തിരിച്ചറിയാൻ കഴിയുന്നവർക്കൊക്കെ അറിയാം. അതിനെ പൊട്ടിച്ചു നോക്കിയാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാകും. ഈ സാളഗ്രാമത്തിൽ വൈഷ്ണവം, ശൈവം, ശാക്തേയം ഇങ്ങനെ പറഞ്ഞ് വിവിധങ്ങളായ സങ്കല്പങ്ങളിലുള്ള ശിലകളുണ്ട്, കല്ലുകളുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാളഗ്രാമം ഇത് ശൈവമാണ്. അതെങ്ങനെ സ്വാമിക്ക് പറയാൻ പറ്റും? തെളിവ് കാണിച്ചു തരാം. ഞാൻ ഈ കല്ലിനെ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഇത് മുറിച്ചതിനെ, പൊട്ടിച്ചെടുത്തതിനെ ഞാൻ ചേർത്ത് വച്ചിരിക്കുകയാണ്. അവിടെ വന്നാൽ കാണാം, പൊട്ടിച്ചെടുത്തതിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ആ ചേർത്ത് വെച്ചിരിക്കുന്ന ഞാൻ പതുക്കെ അതിനെ ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ മുട്ടയുടെ തോട് പൊട്ടിച്ചെടുത്തതുപോലെ ഇങ്ങനെ വരും ഈ ഒരു സൈഡ്. മറ്റേതോ ഇതിനകത്ത് കാണുന്നത് ശിവലിംഗമാണ്. അപ്പോൾ ഇത് സാളഗ്രാമം ശൈവമാണ്. ഇതിന് വെയിറ്റ് ഇത്രയും വരാൻ കാരണം ഈ ശിവലിംഗമായി ഇതിനകത്ത് കാണുന്നത് ലോഹം പോലെയാണ്. വളരെ വെയിറ്റുള്ള സാധനമാണിത്. മൂകാംബികയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, മൂകാംബിക ദേവിയുടെ തിരുമുന്നിൽ ഒരു ശിവലിംഗം ഇരിപ്പുണ്ട്. ഇതേ ഷേപ്പിലാണത്. ഇത്രമാത്രമേ മുകളിൽ അത് വന്നിട്ടുള്ളൂ. എന്തായാലും ഇതിനകത്ത് പൂർണ്ണമായ ഒരു ശിവലിംഗമുണ്ട്. ഞാൻ അതിൻ്റെ ടോപ്പ് മാത്രമാണ് ഇളക്കിയിട്ടുള്ളത്. ഇത് ഞാൻ പൊട്ടിച്ചതല്ല, പൊട്ടിച്ച നിലയിൽ ഞാൻ വാങ്ങിയതാണ്. കാരണം സാളഗ്രാമം ആരും പൊട്ടിക്കാൻ പാടില്ല. ഏതോ സന്ദർഭത്തിൽ എങ്ങനെയോ പൊട്ടിയത് ആണ് എൻ്റെ കയ്യിൽ വന്നു ചേർന്നത്. ഇനിയോ ഇത് ശൈവമാണ് എന്ന് പറഞ്ഞു. ഇനി വൈഷ്ണവമുണ്ട് സാളഗ്രാമം, അതും എൻ്റെ കൈവശമുണ്ട്, കാണിക്കാം. ഈ പൊട്ടൽ കാണുന്നു. ഇവിടെ പൊട്ടൽ കാണുന്നത് ഞാൻ ഇളക്കാം. ഇളക്കി. അപ്പോൾ ഇതിനകത്തതാ കാണുന്നു ശൈവ. ഇത് വൈഷ്ണവമാണ്. വിഷ്ണുവിൻ്റെ കയ്യിലെ ചക്രം ഇതിനകത്തിരിപ്പുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇതാണ്. ഇതിൻ്റെ മറുവശം നോക്കൂ. അതിൻ്റെ അതേ ഇംപ്രഷൻ ഈ പീസിലുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടി. അപ്പോൾ ഇത് ഒരു അറിവിന് വേണ്ടി, ഇതൊരറിവാണ്, ഇതൊരനുഭവമാണ്. കല്ലിനെ പൂജിക്കുന്നവനാണ് ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചില കല്ലുകൾ കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്. എത്രയോ വിഗ്രഹങ്ങൾ, അത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ പവർ, ആ ശക്തി ഇതിനകത്തുണ്ട്. അത്
റേസ്, അതിനകത്തുനിന്ന് ഇങ്ങനെ പോകുന്ന റേസ്, അത് നമ്മുടെ ആധ്യാത്മികമായ നമ്മുടെ സാധനയെ സഹായിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആ മുറിക്കകത്ത്, ആ വീടിൽ ഉണ്ടാകും, ആ പ്രദേശത്തുണ്ടാകും. അതാണ് ഈ സാളഗ്രാമം. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് 1008 സാളഗ്രാമം അതിനുള്ളിൽ വെച്ചുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആധികാരികമായിട്ട് അവിടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അറിവ് അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും സാളഗ്രാമങ്ങളുടെ ശക്തി ഒരു ശിലയ്ക്കുള്ളിൽ വന്ന് അങ്ങനെ ശ്രീപത്മനാഭനായി അനന്തശായിയായി അവിടെ ശയിക്കുകയാണ്. അപ്പോൾ സാളഗ്രാമത്തിൻ്റെ പ്രാധാന്യം ഇവിടെ രാമായണത്തിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ വയ്ക്കുമ്പോൾ വളരെ ശുദ്ധമായി വയ്ക്കുകയും ആ രീതിയിൽ അതിനെ ആദരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യാം. വെറും കല്ലായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. അങ്ങനെ സാളഗ്രാമം എന്ന് പറയുന്ന സങ്കല്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം, ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം. ഇവിടെ വളരെ പ്രഭാതത്തിൽ എഴുന്നേൽക്കേണ്ടതിൻ്റെയും അതുപോലെ കുളിക്കേണ്ടതിൻ്റെയും ഒക്കെ പ്രാധാന്യമാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നതിന് മുമ്പ്, സാധന ചെയ്യുന്നതിനുമുണ്ട്. മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. പണ്ടൊക്കെ ഈ മണ്ണ് ശരീരത്തിൽ തേച്ചിട്ടാണ് കുളിക്കുന്നത്. ഇന്നും ചില ആയുർവേദ ചികിത്സകരൊക്കെ മട്ടെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് VVIPസിന് വേണ്ടി അവിടെ മണ്ണ് അയാളുടെ ശരീരം മുഴുവൻ പൊതിഞ്ഞ് അവിടെ കിടത്തി ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് പോകുമ്പോൾ ആ മണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും പണ്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ സാധകന്മാർ മണ്ണ് തേച്ചാണ് കുളിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. മണ്ണിനത്രയും ശുദ്ധിയുണ്ട്, ശുദ്ധിയുള്ള മണ്ണാണ്. ഇന്നിപ്പോൾ രാസവളമൊക്കെ ഇട്ട് അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ അടിച്ച് വരുന്ന മണ്ണ്, ഒരു മണ്ണിര പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കഷ്ടപ്പെടുന്നു. ആ മണ്ണിൻ്റെ അവസ്ഥ അത്രത്തോളം ശോചനീയമാണ്. ആ മണ്ണൊന്നും എടുത്ത് ആരും തേച്ച് കളയരുത്. മണ്ണ് തേക്കുന്നെങ്കിൽ ചുരുങ്ങിയതൊരു 6 അടി താഴ്ചയിൽ മണ്ണ് എടുത്ത് കളഞ്ഞിട്ട് അതിന് താഴോട്ടുള്ള മണ്ണ് മാത്രമേ ഈ മട്ടെറാപ്പിക്കും അതുപോലെ തന്നെ സ്നാനത്തിനും ഒക്കെ ഉപയോഗിക്കാവൂ. ഒരു സന്ദർഭവശാൽ അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിത്യകർമ്മം ചെയ്യണം, സന്ധ്യാവന്ദനം ചെയ്യണം, ഇതൊക്കെ വളരെ പ്രധാനമാണ് എന്നാണ്. ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ഇപ്പം ശരീരത്തെയും മനസ്സെയും ബുദ്ധിയെല്ലാം ശുദ്ധമായതായി സങ്കല്പിക്കണം. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി, സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം ഭ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. ഗന്ധം, പുഷ്പം തുടങ്ങിയതുകൊണ്ട്, അതായത് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, ഇതൊക്കെ വരുന്നു. പഞ്ചോപചാര പൂജയിൽ വരുന്നത് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവൻ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. അവൻ എന്താണോ അവൻ്റെ ഇംഗിതം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ ആഗ്രഹം, അതവന് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ തത്വം വിശദീകരിക്കാൻ പോയാൽ വളരെ അധികമുണ്ട്. എന്താണ് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം? ജലമെന്ന് പറയുന്നത് അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ്. വം അപാത്മന ജലം കൽപ്പയാമി, ലം പൃഥ്യാത്മന ഗന്ധം കൽപ്പയാമി, ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, യം വായുആത്മന ധൂപം കൽപ്പയാമി, രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി, ഠും അമൃതാത്മന നിവേദ്യം കൽപ്പയാമി, ഠും അമൃതേ അമൃതാനനെ അമൃതോദ്ഭവേ അമൃതവർഷിണി അമൃതം ശ്രാവയ ശ്രാവയ എന്ന് പറഞ്ഞിങ്ങനെയാക്കും. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊക്കെ എല്ലാവർക്കും അറിയാനും പഠിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു രഹസ്യവും ഇതിനകത്തില്ല. ഇവിടെ ഈ 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ ഭൂതാംശത്തെയാണ്. അതായത് നമ്മുടെ ശരീര സൃഷ്ടിക്കെന്നല്ല, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഉപയുക്തമായിരിക്കുന്നത് 5 ഭൂതങ്ങളാണ്. ഇത് മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ശരീര സൃഷ്ടിക്ക് 5 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭൗതികമായ സങ്കല്പത്തിൽ. ഈ 5 എണ്ണത്തിനെയും നമ്മളങ്ങ് ഭഗവാന് കൊടുത്താൽ പിന്നെ ശരീരമേ കൊടുത്തതായി. അപ്പോൾ നമ്മൾ ജലവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും ഒക്കെ നമ്മൾ ബാഹ്യവസ്തുക്കളായി സംഭരിച്ച് ഭഗവാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭൂതത്തെയുമാണ്, പഞ്ചഭൂതത്തെയും നമ്മൾ ഈ കൊടുക്കുന്നത്. അങ്ങനെ ശരീരം പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നു പഞ്ചോപചാര പൂജയിലൂടെ. പിന്നെയോ ത്വം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി. അമൃത് എന്ന് പറയുന്നത് മൃതിയില്ലാത്തത്, മരണമില്ലാത്തത് എന്നാണ്. നമ്മൾ പൂജയിൽ നിവേദ്യമാണ് കൊടുക്കുന്നത്.
നിവേദ്യത്തെ അമൃതോപസ്തരണമസ്തി, അതിനെ അമൃതാക്കി മാറ്റിക്കൊണ്ട് അതിനെയാണ് നമ്മൾ ഭഗവാന് കൊടുക്കുന്നത്. അവിടെ അമൃതം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്, അല്ലെങ്കിൽ ആത്മാവാണ്, ജീവാത്മാവ് തന്നെയാണ്. അപ്പോൾ ആദ്യം ശരീരം കൊടുത്തു, രണ്ടാമത് ജീവനും അല്ലെങ്കിൽ ആത്മാവിനെയും കൊടുത്തു. അപ്പം പൂർണ്ണമായുമുള്ള സമർപ്പണമാണ് ഈ പഞ്ചോപചാര പൂജ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗയജിക്ക ഹവിസ്സുകൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. നോക്കൂ, അടുത്ത് പറയുന്നത്, എനിക്ക് ഭഗവാൻ കൊടുക്കാൻ ഇതില്ല, പൈസയില്ല, പണമില്ല, സ്വത്തില്ല, സ്വർണമില്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട. ഭഗവാൻ പറയുന്നു, ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഭക്തനായിട്ടുള്ളവനാണോ നീ എങ്കിൽ നീ വാരിയുണ്ടല്ലോ, വാരി എന്ന് പറഞ്ഞാൽ ശുദ്ധജലം, ജലം തന്നാലും മതി, എനിക്ക് അതിയായ പ്രിയമാണ് അതിൽ യാതൊരു കുറവുമില്ല എന്ന് പറയുന്നു. അവിടെ ആ സമർപ്പണം, അത് സ്വീകരിക്കുന്ന ഭഗവാന്റെ സങ്കല്പം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതികത്തിൻ്റെ ആർഭാടമോ മോടിയോ ഒന്നുമല്ല. വസ്ത്രാജിനകുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസി സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന ആവിർമുതാലി വിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തീവ സംഭരിച്ചിടണം. ഇങ്ങനെ പോകുന്നു. അത് നിങ്ങൾ വീട്ടിലിരുന്നത് വായിച്ചു പഠിക്കൂ. അർത്ഥസഹിതം കിട്ടുന്ന രാമായണം പുസ്തകങ്ങളുണ്ട്, അത് നോക്കൂ. എന്നിട്ടോ പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞാം തടിതുജ്വലാം ഹൃൽക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ഇങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നത്. ഇതെല്ലാം വിശദീകരിക്കുവാനുള്ള സമയത്തിൻ്റെ കുറവുണ്ട്, പാരായണത്തിനുള്ള സമയത്തിൻ്റെ കുറവുമുണ്ട്. ഇങ്ങനെ ക്രിയാമാർഗോപദേശം കിഷ്കിന്ധാ കാണ്ഡത്തിൽ നിങ്ങൾ വായിക്കുക, നിങ്ങൾ പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അത് കഴിയുന്നിടത്തോളം അതനുസരിച്ച് ജീവിതത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുക. മുക്തിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മാർഗമാണിത്. ശ്രദ്ധയുണ്ടാകട്ടെ, ഭക്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.